ടെറി ഫോക്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1977 കാനഡയിൽ ഒരു അത്ലറ്റ് ആയിരുന്നു ടെറി ഫോക്സ്. 18ാമത്തെ വയസ്സിൽ അവന്റെ വലതുകാലിന്റെ മുട്ടിൽ ബോൺ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അറിയാലോ, ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാല് നഷ്ടപ്പെടുക എന്നത് അവർക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ടെറി ഫോക്സിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചു. ഒടുവിൽ വലതുകാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ആ ക്യാൻസർ റിസർച്ച് സെന്റർ മുഴുവൻ നോക്കിക്കണ്ടു. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവൾ വരെ ക്യാൻസർ രോഗത്തിന്റെ വേദനയിൽ നിലവിളിക്കുന്ന കാഴ്ച. അവിടെ വെച്ച് അയാൾ ഒരു തീരുമാനമെടുത്തു. ക്യാൻസർ ഗവേഷണത്തിനായി പണം സ്വരൂപിക്കണം. ഈ രോഗത്തെ പരാജയപ്പെടുത്താൻ തന്നെ കൊണ്ട് എന്തൊക്കെ കഴിയുമോ അതൊക്കെയും ചെയ്യണമെന്ന്. അങ്ങനെ 1980 ഏപ്രിൽ മാസം 12 ടെറി തൻ്റെ വിസ്മയകരമായ ഒരു യാത്ര ആരംഭിച്ചു. മാരത്തൺ ഓഫ് ഹോപ്പ്, അതായത് പ്രതീക്ഷയുടെ മാരത്തൺ. കൃത്രിമ കാല് വെച്ച് ഓരോ ദിവസവും മുഴുവൻ മാരത്തണിന്റെ ദൂരം ഓടിത്തീർത്തു. അതായത് ഒരു ദിവസം 42 കിലോമീറ്റർ വീതം അദ്ദേഹം ഓടാൻ തുടങ്ങി. പലപ്പോഴും കനത്ത മഴ, മഞ്ഞ്, കൊടുങ്കാറ്റൊക്കെയും പ്രതികൂലമായി. അതിലും മാർഗം അവൻ്റെ ശരീരം നേരിട്ട വേദനകളായിരുന്നു. പക്ഷേ ആ ഓട്ടം അദ്ദേഹം നിർത്തിയില്ല. ഓടിത്തുടങ്ങിയപ്പോൾ പലരും അവനെ നിരുത്സാഹപ്പെടുത്തി, സഹതപിച്ചു. മറ്റു ചിലർ കൈയടിച്ചു. ആദ്യം 1-2 പേരായി അവനൊപ്പം കൂടി. പിന്നീട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി. ഒടുവിൽ വലിയൊരു കൂട്ടം തന്നെ അവനൊപ്പം ആ മാരത്തണിന്റെ ഭാഗമായി. അങ്ങനെ തുടർച്ചയായി 143 ദിവസങ്ങൾ ന്യൂ ഫൗണ്ട്ലാൻഡ് മുതൽ ഒന്റാറിയോ വരെ ഏകദേശം 5373 കിലോമീറ്റർ ദൂരം ടെറി ഓടി. പക്ഷേ സെപ്റ്റംബർ 1 ഒന്റാറിയോയിൽ വെച്ച് അവൻ തളർന്നു വീണു. പരിശോധനയിൽ ക്യാൻസർ രോഗം വീണ്ടും ശ്വാസകോശം പൂർണ്ണമായും പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. ഒരു വർഷത്തിനു ശേഷം 1981 22ാമത്തെ വയസ്സിൽ ടെറി നമ്മളെയൊക്കെയും വിട്ടുപോയി. പക്ഷെ അവൻ ഓടിയത് അവന് വേണ്ടി ആയിരുന്നില്ല, വേദന അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ടെറി ഫോക്സ് പരാജയപ്പെട്ടില്ല. അവൻ്റെ മാരത്തൺ ഓഫ് ഹോപ്പ് കാനഡ ഏറ്റെടുത്തു, കനേഡിയൻ ജനത ഏറ്റെടുത്തു. ഒരു വാർഷിക പരിപാടിയായി അത് മാറി. ഇന്ന് ടെറിയുടെ ഓട്ടത്തിലൂടെ ലോകമെമ്പാടുമായി $850 ദശലക്ഷം ക്യാൻസർ ഗവേഷണത്തിനായി സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടെറി ഫോക്സിന്റെ വാക്കുകൾ തന്നെ നമ്മൾ ഓർത്താൽ, നാം ശ്രമിച്ചാൽ എന്തും സാധ്യമാണ്. പരിശ്രമത്തിലൂടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാമെന്ന് ലോകം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ. ടെറിയുടെ വാക്കുകൾ ശരിയല്ലേ? പരിശ്രമത്തിലൂടെ മാത്രമേ എന്തും സാധ്യമാവുകയുള്ളൂ. നമുക്ക് പല കുറവുകളും കാണും, സാഹചര്യങ്ങളൊന്നും ഒട്ടും അനുകൂലമാകാതെയും ഇരിക്കും, വെല്ലുവിളികൾ ഒരുപാട് മുന്നിലുണ്ടാകും. പക്ഷേ ശക്തമായ ഒരൊറ്റ ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ, അതിനായി ആത്മാർത്ഥതയോടെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും.